ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ലേറ്റസ്റ്റ് കാർക്കാസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൊരു വാഹനം എന്ന് പറയുന്നത് നമ്മുടെ MG ഹെക്ടർ എന്ന് പറയുന്നൊരു മോഡലാണ്. 2019 നമ്മൾ ഈ ഒരു വാഹനം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനമാണ് നമ്മൾ 2019 ഈ വാഹനം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഫീച്ചേഴ്സിൻ്റെ ഒരു പെരുമഴ കാലം തന്നെ നമുക്ക് പറയാം. അമ്മാതിരി ഫീച്ചേഴ്സ് ആയിരുന്നു നമുക്ക് MGയിൽ ഹെക്ടർ എന്ന് പറഞ്ഞ വാഹനത്തിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹെക്ടർ 2023 കഴിഞ്ഞിട്ട് നമുക്കൊരു ഫേസ് ലിഫ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഹെക്ടറായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഒരു പെട്രോൾ വേരിയൻ്റാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടൊരു വാഹനമാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ഹാപ്പി കസ്റ്റമേഴ്സ് ഉള്ളൊരു വാഹനമാണ് MG ഹെക്ടർ എന്ന് പറയുന്നൊരു വാഹനം. അത്യാവശ്യം നല്ലൊരു വലിയൊരു വാഹനമാണ് ഈ കാണുന്നത്. നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു പുറത്തുനിന്ന് കാണുമ്പോഴും ഈ ഒരു വാഹനം ഭയങ്കര വലുത് തന്നെയാണ്. ഈ ഹെക്ടർ യൂസ് ചെയ്യണവർക്ക് എന്തായാലും ഈ ഒരു വാഹനത്തെ പറ്റി എല്ലാവർക്കും അറിയാൻ പറ്റും. ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ലുക്ക് തന്നെ നമുക്ക് മെയിനായിട്ട് എടുത്ത് പറയേണ്ടതാണ്. വലിയൊരു ഗ്രില്ലാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ക്രോം ഫിനിഷിംഗ് ഒരു വലിയൊരു ഗ്രില്ല് ഇതിൽ കൊടുത്തിട്ടുണ്ട്. MG എന്ന് പറയുന്ന ഒരു വലിയൊരു ബാഡ്ജിങ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 360 ക്യാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ഇതിന് തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ക്രോം ഫിനിഷിംഗ് ഒരു ഭാഗം നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് നമുക്ക് ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നത് നമുക്ക് 2 ചേമ്പറായിട്ടാണ് നമുക്ക് 2 ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നത്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. DRL ലൈറ്റ് നമുക്കിതിൽ വരുന്നുണ്ട്. ആ DRL ലൈറ്റിൻ്റെ കൂടെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ക്രോം ഫിനിഷിംഗ് ഒരു ഭാഗവും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഹുഡിലേക്ക് വരുമ്പോഴും അത്യാവശ്യം നല്ലൊരു വലിയൊരു ക്യാരക്ടർ ലൈനാണ് നമുക്കിതിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് വ്യൂയിലേക്ക് പോകാം. സൈഡ് പ്രൊഫൈലിലേക്ക് പോകുമ്പോൾ ഒരു 18 ഇഞ്ചിൻ്റെ അലോയ്സാണ് വരുന്നത്. സിൽവർ ആൻഡ് ബ്ലാക്ക് ഫിനിഷിംഗ് അലോയ്സാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ORVM വരുന്നത് ഓട്ടോമാറ്റിക്കൽ അഡ്ജസ്റ്റബിൾ ORVM ആണ് വരുന്നത്. ടേണിംഗ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. 360 ക്യാം നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ വരുമ്പോൾ നമുക്കൊരു ക്രോം ഫിനിഷിംഗ് ഒരു ഭാഗം നമുക്കിതിൽ വരുന്നുണ്ട്. മോറിസ് ഗാരേജ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് പോലത്തെ ഒരു ഭാഗം നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിലേക്ക് വരുമ്പോഴും ഇവിടെയും നമുക്കൊരു ക്രോം ഫിനിഷിംഗ് ഇതിൽ വരുന്നതാണ്. ബാക്ക് സൈഡിലേക്ക് പോകുമ്പോഴും എന്താ പറയുക, കുറച്ച് ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മഴയുടെ സമയമായതുകൊണ്ടാണ് ഒരു LED ടെയിൽ ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ടെയിൽ ഗേറ്റിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ക്രോം ഫിനിഷിംഗ് വരുന്നുണ്ട്. MGയുടെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. ഡിഫോഗർ വരുന്നുണ്ട്. വൈപ്പർ വരുന്നുണ്ട്. മൗണ്ടഡ് സ്റ്റോപ്പ് ലൈറ്റ് വരുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിന് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ഹെക്ടർ പ്ലസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. സെലക്ട് പ്രോ എന്ന് പറയുന്ന ഒരു വേരിയൻ്റാണ്, പെട്രോൾ വേരിയൻ്റാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അഡാസിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 360 ക്യാം നമുക്കിതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. നമുക്കിനി ബൂട്ട് സ്പേസ് നോക്കാം. ഇതാണ് നമ്മുടെ ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്ക് 7 സീറ്ററാണ് ഇത് വരുന്നത്. നമുക്കിത് വേണമെങ്കിൽ 60-40 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ചും കൂടി സ്പേസ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നതാണ്. അപ്പോൾ 548 ലിറ്റർ നമുക്ക് ഈ ഒരു ബൂട്ട് സ്പേസ് കിട്ടുന്നതാണ് ഈ ഒരു സീറ്റ് മടക്കുമ്പോൾ. ഇൻറ്റീരിയറിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഡോർ പാനലിലേക്ക് തന്നെ പോകും. അത്യാവശ്യം ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ലെതർ ഫിനിഷിങ്ങും അതുപോലെ തന്നെ ഒരു വുഡൻ ഫിനിഷിംഗ് ഉള്ളൊരു ഭാഗം നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോസും സ്വിച്ചസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ബോട്ടിൽ വെക്കാവുന്ന ഒരു സ്പേസ് വരുന്നുണ്ട്. ഒരു സ്പീക്കർ വരുന്നുണ്ട്. നമുക്കൊരു 8 സ്പീക്കേഴ്സാണ് ഇതിൽ വരുന്നത്. ഇൻഫിനിറ്റിൻ്റെ ഒരു ട്വിറ്ററും നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ MG ഹെക്ടറിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴും ആ ഒരു ഫീലും ആ ഒരു പ്രീമിയം ലുക്കിലിരിക്കുന്ന ഒരു എന്താ പറയുക, ഈ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോഴേ നമുക്കൊരു ഫീല് മനസ്സിലാവുള്ളൂ. എന്നുവെച്ചാൽ ഇൻറ്റീരിയറിലേക്ക് നമുക്ക് ഈ ഡാഷ്ബോർഡ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു ലെതർ ഫിനിഷിംഗ് ഉള്ളൊരു ഡാഷ്ബോർഡാണ്. നമുക്കൊരു കോഫി ബ്രൗണിലുള്ളൊരു ലെതർ ഫിനിഷിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റിച്ചിങ് ആണെങ്കിലും അതുപോലെ തന്നെ ഒരു പിയാനോ ഫിനിഷിംഗ് ഉള്ള ഒരു ഭാഗം നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. AC വെൻ്റ് ആണെങ്കിലും അതിലും അത്യാവശ്യം നല്ലൊരു ഇതിൽ കൊടുത്തിട്ടുണ്ട്. റിച്ച് ഫിനിഷിംഗ് ആണ് നമുക്ക് ഈ ഒരു ഹെക്ടറിൽ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ചെറിയൊരു ഗ്ലോ ബോക്സ് നമുക്കിതിൽ വരുന്നതാണ്. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയുന്ന ഒരു 14 ഇഞ്ചിൻ്റെ ഇൻഫോടൈം സിസ്റ്റം നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സബ്സ്ക്രിപ്ഷനിൽ നമുക്ക് Jio Saavn പോലത്തെ എല്ലാ ഒരു ആപ്പുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ പോലത്തെ എല്ലാ ആപ്സും നമുക്ക് ഈ ഒരു ഇൻഫോടൈം സിസ്റ്റത്തിൽ വരുന്നതാണ്.
ഓക്കെ, എം ജി ഹെക്ടറിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് 2019 നമ്മൾ അതിശയിപ്പിച്ചൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വോയിസ് കമാൻഡിങ് ആണ് ഇതിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത്. നമുക്ക് സൺറൂഫ് തുറക്കാനാണെങ്കിലും നമ്മുടെ ഈ ഗ്ലാസ് ഏരിയ തുറക്കാനാണെങ്കിലും നമുക്ക് വോയിസ് കമാൻഡിൽ തന്നെ നമുക്ക് എല്ലാം ചെയ്യാവുന്നതാണ്. നമുക്ക് ഇൻഫോടൈം സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ആവശ്യങ്ങളുള്ളത് നമുക്ക് വോയിസ് കമാൻഡിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം ഒരു പ്രീമിയം കാര്യങ്ങളാണ് നമുക്ക് എം ജി ഹെക്ടർ നമുക്ക് ഈ ഒരു വാഹനത്തിൽ തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മളൊരു ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഗിയർ ഷിഫ്റ്റിൻ്റെ കാര്യത്തിൽ ഓട്ടോമാറ്റിക് ആണ്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് സ്വിച്ചസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രീമിയം ലുക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 2 സീറ്റ് നമുക്ക് വെൻറ്റിലേറ്റർ സീറ്റാണ് ഇതിൽ കൊടുത്തിട്ട്. ട്രാക്ഷൻ കൺട്രോൾസിൻ്റെ സ്വിച്ചസ് കാര്യങ്ങൾ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രീമിയം സ്വിച്ചസ് ആണ് ഇതിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ടതായിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്കൊരു കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി തന്നെയാണ്. നമുക്ക് ഈ ഒരു ഭാഗത്ത് ആംബ്രസ്റ്റ് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റാണ് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത്. ലെതർ ഫിനിഷിംഗ് ഉള്ളൊരു സീറ്റാണ് നമുക്കിതിൽ വരുന്നത്. ഈ 2 സീറ്റും വെൻറ്റിലേറ്റർ സീറ്റാണ്, നേരത്തെ പറഞ്ഞ പോലെ. അത്യാവശ്യം നമുക്ക് ഇരിക്കുമ്പോഴേ ആ കംഫർട്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് സൺറൂഫാണ്, പാനോരമിക് സൺറൂഫാണ് നമുക്ക് ഈ കാണുന്നത്. അത്യാവശ്യം നല്ലൊരു വലിയൊരു സൺറൂഫ് കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിലേക്ക് പോകാം. അത്യാവശ്യം നല്ലൊരു വലിയൊരു സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ വരുന്നത്. ഒരു സിൽവർ ഭാഗം നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്രൂയിസ് കൺട്രോളിൻ്റെ ഭാഗം ഈ ഒരു ഭാഗത്താണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കൊരു വോളിയം കൺട്രോൾസിൻ്റെ സ്വിച്ചസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡിജിറ്റൽ ഒരു ക്ലസ്റ്റർ മീറ്ററാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പോട്ടി ആയിട്ടുള്ളൊരു ക്ലസ്റ്ററാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. റേഞ്ച് കാര്യങ്ങൾ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നതാണ്. പ്രീമിയം കാറിൽ ഇരിക്കുന്ന അതേ ഫീല് നമുക്ക് ഹെക്ടറിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇൻറ്റീരിയർ ഫ്രണ്ടിലെ കാര്യങ്ങളെന്ന് പറയാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ബാക്കിലേക്ക് പോകാം. അത്യാവശ്യം നല്ലൊരു പ്രീമിയം സീറ്റ് തന്നെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഒരു ക്വാളിറ്റി തന്നെയാണ് മെയിനായിട്ട് എടുത്ത് പറയേണ്ടതായിട്ടുള്ളത്. നമുക്ക് ലെഗ് സ്പേസ് ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നതാണ്. 7 സീറ്ററാണ് ഈ ഒരു വാഹനം. അപ്പോൾ നമുക്ക് ഇവിടെ നല്ല 3 പേർക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് വീല് പോകുമ്പോൾ നമുക്കൊരു AC വെൻ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ചാർജിങ് പോയിന്റ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സ്പേസ് പോലത്തെ ഒരു ഭാഗം നമുക്കിതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ബാക്കിലേക്ക് കയറാൻ എന്നെപ്പോലുള്ളവർക്ക് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചെറിയ കുട്ടികൾക്ക് നമുക്ക് അടിപൊളിയായിട്ട് ഇരിക്കാവുന്നുള്ളൊരു സ്പേസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി 7 സീറ്റർ വേണ്ടാത്തവർക്ക് നമുക്ക് 5 സീറ്റർ നമുക്ക് വരുന്നതാണ്. ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് പെട്രോൾ വേരിയൻറ്റിൽ നമുക്കൊരു 7 സീറ്ററാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം കാർ എന്ന്. പിന്നെ ഈ വാഹനത്തിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 6 എയർ ബാഗ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ABS, ESP, അതുപോലത്തെ ഹിൽ മൗണ്ട് അസിസ്റ്റൻ്റ് എല്ലാ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിൽ നമുക്ക് വരുന്നതാണ്. പിന്നെ നമ്മുടെ ഈ പ്രൈസിൻ്റെ കാര്യത്തിലാണ് നമുക്ക് പറയേണ്ടത്. ഇതിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത് നമുക്ക് 17,99,000 രൂപയാണ്. നമുക്ക് പെട്രോൾ വേരിയൻറ്റ് നമുക്ക് 1.5 ലിറ്ററിൻ്റെ ഒരു പെട്രോൾ എഞ്ചിനാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 2 ലിറ്ററിൻ്റെ ഡീസൽ എഞ്ചിനും നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് പെട്രോൾ എഞ്ചിനാണെങ്കിലും ഡീസൽ എഞ്ചിനാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഒരു പ്രീമിയം ലുക്കിൽ നമുക്ക് കൊണ്ടുപോകാവുന്നതാണ് ഈ ഒരു വാഹനം. എന്ന് വെച്ചാൽ 1.5 ലിറ്റർ ടർബോ ഒരു പെട്രോൾ എഞ്ചിനിൽ നമുക്ക് മൈലേജ് വരുന്നത് നമുക്കൊരു 13-12 ആ ഒരു റേഞ്ചിൽ നമുക്ക് മൈലേജ് കിട്ടുന്നതാണ്. എന്ന് വെച്ചാൽ പെട്രോൾ വേരിയൻറ്റിൽ നമുക്ക് ഈ ഒരു എന്താ വലിയൊരു വാഹനം കൂടിയാണ്. നമുക്കൊരു 13-12 കിട്ടുന്നത് തന്നെ വളരെയധികം ഒരു എന്താ പറയുക അത് ഭയങ്കര സംഭവം തന്നെയാണ്. നമുക്ക് ഇത്രയും വലിയൊരു വാഹനത്തിൽ നമുക്കൊരു 12-13 കിട്ടുന്നതെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്കൊരു അത്യാവശ്യം നല്ലൊരു റീസൺ വാല്യൂ ഉള്ളൊരു വാഹനം കൂടിയാണ് MG ഹെക്ടർ എന്ന് പറയുന്ന വാഹനം. അത്യാവശ്യം നല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വലിയൊരു വാഹനം കൂടിയാണ്. ഇത് പല വേരിയൻസിൽ നമുക്ക് വരുന്നതാണ്. പല വേരിയൻറ്റുകളുണ്ട്. ഡുവൽ ടോൺ ഉണ്ട്, ബ്ലാക്ക് സ്ട്രോം വരുന്നുണ്ട്, അങ്ങനെ സെലക്ട് പ്രോ ഉണ്ട്, ഷൈൻ പ്രോ എന്ന് പറയുന്ന വേറെ പലതരം വേരിയൻസുകളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ഷോറൂമിലേക്ക് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക. എന്നിട്ട് ഡ്രൈവ് നോക്കുക. പെട്രോൾ വേരിയൻറ്റും ഡീസൽ വേരിയൻറ്റും ഡ്രൈവ് നോക്കുക. അതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വാഹനം ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. ഫോർച്യൂൺ മലയാളം MGയിലാണ് നമുക്ക് ഈ ഒരു വാഹനം തന്നിട്ടുണ്ടായിരുന്നത്. അവരെനിക്ക് ഒരു ദിവസത്തേക്ക് തന്നു വിട്ടതാണ് ഓടിച്ച് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. ഈ ഒരു വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ ഡ്രൈവ് ചെയ്താലും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡായിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.